10 മണിക്ക് ജോലി കഴിഞ്ഞ് വന്നു. ഗ്യാസ് കുടുംബത്തുനിന്ന് അരക്കുറ്റി ഇരുന്ന് അവരെ ഉമ്മാൻ്റെ അടുത്തുനിന്ന് വട്ടക്കൈതേന്ന് അവരാണ് കൊടുത്തയച്ചത് ഗ്യാസ്. എന്നിട്ട് പാവം ഇവളാ ഷാൻ്റെ ഉമ്മാനെ എന്തെല്ലാം പറഞ്ഞെന്ന് പറഞ്ഞാൽ. എന്നിട്ട് ഇപ്പം ഇവൾ പറയുന്നിട്ട് നല്ല മാന്യമായിട്ട് പറയുന്നിട്ടാ. പബ്ലിക്കിലാണ് വന്നിട്ട് ഇല്ല കുറവ് തേച്ചും വിളമ്പീന്. അത് ഇവർ കുറേ ആൾക്കാരുണ്ടല്ലോ ഇങ്ങനെ പബ്ലിക്കിൽ നാറ്റുന്ന ആൾ. അപ്പോൾ ആ പബ്ലിക്കിലാണ് ഷാൻ്റെ ഉമ്മാനെ പറ്റി പലതും പറഞ്ഞത്. എന്നിട്ട് ഇപ്പം പറയുന്നിട്ടോ ഷാൻ പോയിട്ട് അവിടുത്തെ അരക്കുറ്റി ഗ്യാസ് എടുത്തിട്ട് കൊണ്ടുവന്നതിന് ആ ഉമ്മയാണ് ഇപ്പം അവനിക്ക് കൊടുത്തത് ഗ്യാസ്. അപ്പോൾ അറിയുമ്പോൾ കുറച്ചെല്ലാം ആലോചിക്കണം കേട്ടോ. കാലിക്കുറ്റി ഇവിടെ ഇരിക്കണതല്ലോ. പണി കഴിഞ്ഞിട്ട് വീട്ടിൽ പോയി ഡ്രസ്സും എടുത്ത് ഗ്യാസ് ഊറ്റിയും പകുതി എടുത്തുകൊണ്ടാണ് രാത്രി വന്നത്. കാപ്പി ഉണ്ടാക്കി കൊടുത്തു. 3 നേരവും ഹോട്ടൽ ഫുഡും കഴിച്ച് ഉണ്ടാക്കുന്ന പൈസ മൊത്തവും ഹോട്ടലിലും കൊടുത്ത് അങ്ങനെക്കാട്ടി നല്ലത് അവനവൻ്റെ കുടുംബം വേണമെന്ന് തോന്നി തിരികെ വന്നതാണ്. ഇപ്പോൾ ഒരു കൂട്ടുകെട്ടില്ല, ഒരു വില. രാവിലെ ജോലിക്ക് 6:30-ക്ക് 5 മണിക്ക് ഞാൻ എണീക്കും, 6 മണിക്ക് അവരെണീക്കും, 5:30 എണീക്കും. എന്നിട്ട് ഞാൻ ജോലിയെല്ലാം കാപ്പിയും കുടിച്ച് അൽഹംദുലില്ലാ റാഹത്തായി സലാം പറഞ്ഞ് ഇവിടെ നിന്ന് പോയാൽ രാത്രിയാവും വരുമ്പം. ഇടയ്ക്ക് ടൈം കിട്ടുന്ന സമയങ്ങളിൽ വിളിക്കും, എന്ത് വേണം. നമുക്കത് ചോദിക്കാനൊക്കെ ഒരു അൽഹംദുലില്ലാ ഒരാളുണ്ടെങ്കിൽ അതൊരു സന്തോഷമാണ്. കാരണം ഇന്നലെ തന്നെ പറഞ്ഞ കാര്യങ്ങളെല്ലാം മക്കൾക്കും എനിക്ക് വാങ്ങിക്കൊണ്ട് വന്നു. സാധനം മേടിക്കാനും പൈസ ചിലവാക്കുന്നതിനൊന്നും യാതൊരു മടിയുമില്ല. ഇത് എല്ലാ കാലവും നിലനിന്ന മതിയായിരുന്നു. കാരണം എന്താ വെച്ചാൽ നിൻ്റെ ഇങ്ങനത്തെ ഓരോ എന്താ പറയുക വായ്ത്താളത്തിലാണ് ആൾക്കാരെ നിലതെറ്റൽ. അതുകൊണ്ട് ഇനിയെങ്കിലും സൂക്ഷിച്ച് സംസാരിച്ചാൽ അവൻ നിൻ്റെ കൂടെ ഉണ്ടാകും. ഇല്ലെങ്കിൽ ഇതുപോലത്തെ പിറുപിറുത്ത വായോട് പലതും പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ഇതുപോലെ ഇതിൻ്റെ ബാക്കി ഭാഗവും കൊണ്ട് നീ യൂട്യൂബിൽ വരേണ്ടി വരും. ഷാൻ വീണ്ടും പോയി അതിന് അവനെ പറ്റൂല, അവൻ നാറുന്ന് പൊളിക്കുന്ന് കഴിക്കുന്നെന്ന് പറഞ്ഞിട്ട് അടുത്ത് വരാനാക്കണ്ട യൂട്യൂബിൽ. പിന്നെ ഈ പണിക്ക് പോക്കും മക്കൾക്ക് സാധനം വാങ്ങിക്കൊണ്ട് കൊടുക്കലും തിന്നാൻ തരത്തും നിന്നെ വിളിക്കലും പണിയലും എത്ര കാലം ഉണ്ടാവുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ബാക്കി പൈസ അൽഹംദുലില്ലാ എൻ്റെ കയ്യിൽ കൊണ്ടു തന്നു. എനിക്ക് ഹോസ്പിറ്റലിൽ പോകാനാണെന്ന് പറഞ്ഞു. ഈ ബാക്കി പൈസ കയ്യിൽ കൊണ്ടു തന്നെന്ന് അധികം നീ പറയണ്ട. കാരണം എന്ന് വെച്ചാൽ ഒരുപാട് നിന്നെ പറ്റിച്ചതല്ലേ. കാരണം ഇനിയിപ്പം തന്നാലേ ഇനി ഒരുപാട് അവനക്ക് പറ്റിക്കാൻ കഴിയുള്ളൂ. അതിന് വേണ്ടിയിട്ടുള്ള ഒരു മുന്നോടിയായിട്ടുള്ളൊരു തയ്യാറെടുപ്പാണ് നീ കണക്കൂട്ടിക്കോ. അതുകൊണ്ട് ഒരിക്കലും ഒരു കള്ളുകൂടെ മാറിയും നീ പൂർണ്ണമായിട്ട് വിശ്വസിക്കണം. നീ എന്നല്ല ആരും വിശ്വസിക്കണ്ട, അവരൊരിക്കലും നന്നാവില്ല. രാവിലെ ചിലവിനിത്തിരി ഉച്ചയ്ക്കത്തെ ഊണിൻ്റെ കാര്യം മാത്രം നോക്കിയാൽ മതി. അതിൻ്റെ ഇടയിൽ പിന്നെ വെള്ളം ഒക്കെ കുടിക്കണമല്ലോ. മറ്റേ വണ്ടിയുടെ ചൂടാണ്, എൻജിൻ്റെയൊക്കെ മണ്ണടിയൊക്കെ ഉണ്ട്. അപ്പോൾ അതനുസരിച്ച് വെള്ളം കുടിക്കാനും ബാക്കിയൊക്കെ എടുക്കും. ഊണ് 100 രൂപയാവും, അല്ലെങ്കിൽ പഴങ്കഞ്ഞി ഇതാണ് കുടിക്കുന്നത്. വൈകിട്ട് ഒരു ചായ കുടിക്കും ലൈറ്റായിട്ട്. പിന്നെ വീട്ടിൽ വന്നാണ് ഫുഡ് കഴിക്കുന്നത്. രാവിലെയും രാത്രിയും ഞാൻ ഉണ്ടാക്കി കൊടുക്കും. നമുക്കിപ്പോൾ ചോറും കറിയും എല്ലാം വെക്കണമല്ലോ നമ്മളെ വീട്ടിൽ. വൈകിട്ട് കാപ്പി ഉണ്ടാക്കും. ബാപ്പയ്ക്കും മക്കൾക്കും കാപ്പി, എനിക്ക് ചോറും, അങ്ങനെയാണ് ഉണ്ടാക്കുക. ഇതെല്ലാം സർവ്വസാധാരണം ഏതൊരു വീട്ടിലെ ഭർത്താക്കന്മാരും ചെയ്യുന്നതന്നെ. രാവിലെ വീട്ടിൽ നിന്ന് ചായയും കുടിച്ച് പോയാൽ പണിസ്ഥലത്ത് പോയിട്ട് ഒരു ചായ ഉണ്ടെങ്കിൽ ചായ, ഉച്ചക്ക് കഞ്ഞി ഉണ്ടെങ്കിൽ കഞ്ഞി, വൈകുന്നേരം ചായ ഉണ്ടെങ്കിൽ ചായ. അത് ഏതൊരു പണിക്കാരും ചെയ്യുന്ന കാര്യങ്ങളാണ്. ഏതൊരു വീട്ടുകാർക്ക് പണിപ്പോയ വീട്ടുകാർ കൊടുക്കുന്ന കാര്യമാണ്. ഇത് നീ ഇങ്ങനെ ഈ പബ്ലിക്കിൽ വന്നിട്ട് വിളിച്ച് പറയേണ്ട ഒരാവശ്യമില്ല. പിന്നെ മസ്റുമോൾ അപ്പുറത്തുനിന്ന് ഉമ്മാൻ്റെ അടുത്തുനിന്ന് കഴിച്ചോളും. ഞാൻ ഉമ്മാൻ്റെ അടുത്ത് നിർത്തിയിരിക്കുന്നത് വേറെ ഒന്നും കൊണ്ടല്ല, അവർ രണ്ടും ഒറ്റയ്ക്കേ ഉള്ളൂ. അപ്പം ഉമ്മാക്കും ഒരു ഒറ്റപ്പെടുന്ന ഒരു ഫീല്. നിൻ്റെ മോളെ ഏതായാലും നിൻ്റെ ഉമ്മാരുടെ അടുത്ത് നിർത്തിയത് വലിയ നല്ല കാര്യം. കാരണം എന്ന് വെച്ചാൽ ഈ മൂക്കറ്റം കള്ളും കുടിച്ച് വന്നിട്ട് ഇപ്പോഴത്തെ കാലമാണ്. ഒന്നാമത് സ്വന്തം ബാപ്പയല്ലല്ലോ, മറ്റുള്ള എന്താ പറയുക ബാപ്പാൻ്റെ മക്കളല്ലേ ഇത്. അന്നേരം പിന്നെ ഒരിക്കലും ഇവനിക്ക് ആ മക്കളോടൊരു കേതോ കൃപത്തിലൊന്നും ഉണ്ടാവില്ല. അപ്പം നീ മാറ്റിയത് ഏറ്റവും നല്ല കാര്യം. കാരണം വെച്ചാൽ അല്ലാഞ്ഞാൽ ആ പെണ്ണിനെ ഈ ഷാൻ എന്ന് പറയുന്നത് കണ്ടി പലതും ചെയ്യും. അങ്ങനെ ചെയ്യുന്ന അവസരത്തിൽ നീയൊന്നും എതിർത്ത് പറയൂല. കാരണം വെച്ചാൽ നിനക്ക് ഭർത്താവ് വേണം, അതുകൊണ്ട് നീയൊന്നും എതിർത്ത് പറയൂല. ആ മക്കളെ ചെയ്യുന്ന കാര്യങ്ങൾ നീ നോക്കി നിൽക്കും, അത്രേ നീ ചെയ്യും. അപ്പം നമ്മളെ മാതാവല്ലേ, അപ്പം അവൾ അവിടെ നിൽക്കട്ടെ. ഇനിയിപ്പോൾ സ്കൂൾ തുറക്കുമ്പോൾ പഠിച്ചിട്ട് രാത്രി അവൾ അവിടെ കിടന്നോട്ടെ. പിന്നിപ്പോൾ കുഞ്ഞാവ് വരുമ്പോഴത്തേക്ക് ഞാനും കുഞ്ഞാവേ ഈ റൂമിൽ കിടക്കും, ബാപ്പച്ചി മക്കളും അപ്പുറത്തെ റൂമിൽ കിടക്കും. ഇന്നലെയും ബാപ്പച്ചി മക്കളും കൂടെ തന്നെ കുറേ നേരം ബാപ്പച്ചി മക്കളടുത്ത് കിടന്നാണ് ഉറങ്ങിയത്. ചുമ്മാ രാത്രി കിടന്ന് ഉറക്കത്തി വിളിച്ച് ഇന്ന് ബാപ്പച്ചി മോനും കൂടെ കെട്ടിപ്പിടിച്ച് കിടന്നു. ഇതൊക്കെ എല്ലാ വീട്ടിലും പതിവാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പല കാര്യങ്ങളും നല്ല കുടുംബത്തിൽ ഇല്ല ആൾക്കാർ ചെയ്യുന്ന കാര്യമാണ്. പക്ഷേങ്കിൽ ഇതൊന്നും എനിക്ക് കള്ളൂടിയം വന്നിട്ട് സ്പെഷ്യലായിട്ട് ചെയ്യുന്നത് കൊണ്ടാണ് എനിക്കിത് യൂട്യൂബിൽ ഇങ്ങനെ പറയാൻ പറ്റുന്നത്. അങ്ങനെ പറഞ്ഞിട്ട് ഈ പൈസ ഉണ്ടാക്കുന്ന അത്രയാണ്. പിന്നെ മഷൂറ മോള് ഇപ്പോൾ ഇടുന്ന ഈ ഒരു ഉമ്മ വന്നിന്
ഈ ഉമ്മാനും ഉപ്പാനും എതിർത്തിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പോലീസുകാരെ ഇതിലാന്ന് നീ ഇവനെ കല്യാണം കഴിച്ചെന്നൊക്കെ മുമ്പത്തെ വീഡിയോ ഒക്കെ പറഞ്ഞിന്. അപ്പോൾ ഇപ്പാന്ന് ഇവക്ക് ഉമ്മ വന്നിന്, ഇനി പിന്നെ ഉമ്മയില്ല. പിന്നെ ഷാൻ്റെ ഉമ്മ ആ കാര്യം ഒരുപാട് പേര് ചെയ്തു. ഞാൻ കാണാനൊന്നും പോയിട്ടില്ല. ഇന്നലെ അവർ ഗ്യാസ് കൊടുത്തേച്ച്. കാരണം അവർ പറഞ്ഞെന്ന് എന്താണ് ഗർഭിണി. കാരണം ഇപ്പം അറിയാമല്ലോ, അടുപ്പ് കത്തിക്കുന്നത് രാവിലെ ഒന്നും നടക്കുന്ന കാര്യമല്ല. ഒന്നാമത്തെ കാര്യം കത്തി പിടിക്കാത്തിരി പാടാണ്. മറ്റേ ആലുവ അടുപ്പായോണ്ടേ. ആലുവ അടുപ്പായാലും കോഴിക്കോട് അടുപ്പായാലും കോട്ടയം അടുപ്പായാലും എല്ലാം കണക്കാണ്. രാവിലെ തീ പറ്റുന്ന കാര്യം കുറച്ച് കഷ്ടം. പക്ഷെങ്കിൽ അതൊന്നല്ലടി. ഇപ്പം നീ പറഞ്ഞില്ലേ ഷാൻ്റെ ഉമ്മ ഗ്യാസ് കൊടുത്തയച്ച് നീ ഗർഭിണിയാന്ന് പറഞ്ഞിട്ട്. ആ പെണ്ണുങ്ങളാണ് ഒരു ഉമ്മ. നീയും 4 എണ്ണത്തിന് പ്രസവിച്ചൊരു ഉമ്മയാണ്. പക്ഷെങ്കിൽ നിനക്ക് നീ വിചാരിച്ച കാര്യം സാധിച്ചില്ലെങ്കിൽ നീ ഇതുപോലെ പബ്ലിക്കിൽ വന്നിട്ട് പലതും വിളിച്ചു പറയും. ആ പെണ്ണുങ്ങളെയും ഒരുപാട് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് നിനക്ക് നാണമില്ലല്ലോ ഇങ്ങനെ വീണ്ടും പബ്ലിക്കിൽ വന്നിട്ട് ആ പെണ്ണുങ്ങൾ അങ്ങനെ ചെയ്തിന് ഇങ്ങനെ ചെയ്തെന്ന് പറയും. അതെല്ലാം ഒരു നല്ല മനസ്സിൻ്റെ ഉടമയാണ് ഈ ഷാൻ്റെ ഉമ്മയെല്ലാം കേട്ടോ. പെണ്ണുങ്ങളായ അങ്ങനെ വേണം, നന്ദി വേണം, നന്ദി ഇല്ലാത്ത നന്ദി. കാരണം കിട്ടുമ്പോൾ മാത്രമാണ് നിനക്ക് നന്ദി, കിട്ടാണ്ടിരിക്കുമ്പോൾ നീ ഇതുപോലെ പലതും വിളിച്ചു പറയും. എല്ലാവരും